ഹലോ. അപ്പോൾ ഇന്ന് ഒരു ലെയേർഡ് മാംഗോ പുഡിംഗ് റെസിപ്പിയാണ്. ഇതിനാദ്യം വേണ്ടത് ഒരു മാംഗോ ലെയറും പിന്നെ ഒരു മിൽക്ക് പുഡിംഗ് ലെയറുമാണ്. അപ്പോൾ മിൽക്ക് പുഡിംഗ് ലെയർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 500 ml പാലും ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 5 ടേബിൾ സ്പൂൺ ഷുഗറുമാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് അതിലേക്ക് ഈ കോൺഫ്ലോർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ലംസ് ഒന്നും ഉണ്ടാവാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് ആ പാനിലേക്ക് നമുക്ക് ആ പാലൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കണം. പാലിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഈ പാൽ അത്യാവശ്യം ചൂടായി വന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വച്ചിട്ടുള്ള ആ കോൺഫ്ലോറും പാലും മിക്സ്ചർ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കോൺഫ്ലോർ മിക്സ്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പാനിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിൽ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഗ്ലാസ്സിലേക്ക് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കണം. എല്ലാ ഗ്ലാസ്സിലേക്കും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഈ ലെയർ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എല്ലാ ഗ്ലാസ്സിലേക്കും ഒഴിച്ചതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് 3 മാങ്ങയാണ്. അപ്പോൾ 3 മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പാല്, പിന്നെ ചൈന ഗ്രാസ് വേണം. ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് മതി. ഇതൊരു 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ്, അതിൻ്റെ പകുതിയേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കും ഷുഗറും. ഇനി ആ മാംഗോ പീസസൊക്കെ മിക്സിയിലേക്ക് ഇട്ടിട്ട് മാംഗോയും പിന്നെ ആ പാലും ഷുഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ നല്ല ജ്യൂസ് ആക്കിയിട്ട് എടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ചൈന ഗ്രാസ് ഇട്ടിട്ട് അത് ബോയിൽ ചെയ്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം. അതിലുള്ള ലംസ് എല്ലാം പോയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കിട്ടണം. അപ്പോൾ ചൈന ഗ്രാസിൻ്റെ മിക്സ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ജ്യൂസാക്കി വെച്ചിട്ടുള്ള ആ മാംഗോ പാനിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മിക്സ്ചർ നമ്മളെപ്പോഴും സിമ്മിലിട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ നല്ല ഫുൾ ഹീറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മാംഗോ ഒക്കെ പുളിയുള്ള മാംഗോ ആണെങ്കിൽ നമ്മൾ പാലൊക്കെ ചേർത്തിട്ടുള്ളതാണ്, അപ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മളിതിലേക്ക് ആ ചൈന ഗ്രാസിൻ്റെ മിക്സാണ് ആഡ് ചെയ്തത്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ മാംഗോ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മിൽക്ക് പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് മെല്ലെ ഒഴിച്ചു കൊടുത്ത് നല്ല ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം.
ഇവിടെ ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ ട്യൂട്ടി ഫ്രൂട്ടിയും പിന്നെ കട്ട് ചെയ്തിട്ടുള്ള മാംഗോ പീസസുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 4 to 5 hours ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുഡിങ് നല്ല അടിപൊളിയായിട്ട് നല്ല കൺസിസ്റ്റൻസിയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ആ മാംഗോ മിക്സ് മാത്രം വേറൊരു മോൾഡിലിട്ടിട്ട് സെറ്റ് ചെയ്ത് നോക്കിയതാണ്. അതും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക്. അപ്പോൾ ഈ ഒരു പുഡിംഗ് റെസിപ്പി ഏറ്റവും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി പുഡിംഗ് ആണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം.